നമസ്കാരം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ യഥാർത്ഥ DNA എന്താണ്? ഏതൊരു വിജയകരമായ ബ്രാൻഡിനും അതിൻ്റേതായ ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ടാകും. അതെന്താണെന്നും അതെങ്ങനെ കണ്ടെത്താമെന്നും നിർവചിക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ടീമിന് ശരിയായ ദിശ അറിയാമോ? ബ്രാൻഡ് മൂല്യങ്ങളെന്ന് പറയുന്നത് ഒരു വടക്കുനോക്കിയന്ത്രം പോലെയാണ്. അത് നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ ചെറിയ തീരുമാനത്തെയും ശരിയായ ദിശയിലേക്ക് നയിക്കും. ഇനി ടീമിലെ ഓരോരുത്തർക്കും ഈ ദിശയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിലോ? ലക്ഷ്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ കമ്പനി തന്നെ വഴിതെറ്റിപ്പോകാം. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ കമ്പനിയുടെ കോമ്പസ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് വേഗത്തിലൊന്ന് നോക്കാം. ആദ്യം, എന്തിനാണ് ഒരു ബ്രാൻഡിന് മൂല്യങ്ങൾ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ എന്താണ് ശരിക്കും ഒരു അടിസ്ഥാന മൂല്യം എന്ന് നോക്കും. അതുകഴിഞ്ഞാൽ ഇത് എങ്ങനെ കമ്പനിക്കുള്ളിൽ നടപ്പാക്കാമെന്നും പുറംലോകത്തെ അറിയിക്കാമെന്നും ചർച്ച ചെയ്യും. അവസാനം ഇതെല്ലാം ശരിയായ രീതിയിലാണോ പോകുന്നതെന്ന് ഉറപ്പിക്കാനുള്ള ഒരു ഫൈനൽ ചെക്കും. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം, എന്തിനാണൊരു ബ്രാൻഡിന് മൂല്യങ്ങൾ? ഇതൊരു വളരെ ബേസിക്കായ ചോദ്യമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നാണ്. വിജയത്തിലേക്ക് കൃത്യമായൊരു വഴി കണ്ടെത്താൻ ഇത് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ഉറപ്പിക്കുക, ഈ മൂല്യങ്ങളെന്ന് പറയുന്നത് വെറുതെ ചുവരിൽ തൂക്കിയിടാനുള്ള ഭംഗിയുള്ള വാക്കുകളല്ല. ഇത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ്. 1. ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കും. 2. നിങ്ങളുടെ ടീമിനുള്ളിൽ മികച്ചൊരു വർക്കിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ ഉപഭോക്താക്കളുമായി ആത്മാർത്ഥമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ല. ശരി, അപ്പോൾ മൂല്യങ്ങൾ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, എന്താണ് നല്ലൊരു അടിസ്ഥാന മൂല്യം? ഇന്നൊവേഷൻ, സത്യസന്ധത എന്നൊക്കെ വെറുതെ പറയുന്നതിൽ നിന്നും അതെങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തത്വമാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഇതാണൊരു ബ്രാൻഡ് മൂല്യം. നിങ്ങളുടെ കമ്പനിക്ക് ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ സ്വഭാവം എന്താണെന്ന് പറയുന്ന നിയമങ്ങളാണ് ഈ മൂല്യങ്ങൾ. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ ഭാഗം. നവീകരണമെന്നോ സത്യസന്ധത എന്നോ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ പോരാ. അതിന് 3 ഭാഗങ്ങൾ വേണം. 1. ആ മൂല്യത്തിന്റെ പേര്. 2. എന്താണ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു ചെറിയ വിവരണം. 3. ആ മൂല്യം നിങ്ങളുടെ ടീമിന്റെ ഓരോ ദിവസത്തെ പെരുമാറ്റത്തിൽ എങ്ങനെയാണ് കാണാൻ കഴിയുക എന്നതിന്റെ ഉദാഹരണങ്ങൾ. അപ്പോഴാണ് അതിന് ജീവൻ വയ്ക്കുന്നത്. അല്ലെങ്കിൽ അതൊരു പൊള്ളയായ വാക്കായി മാറും. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ? നവീകരണം അല്ലെങ്കിൽ ഇന്നൊവേഷൻ. നാളത്തെ വെല്ലുവിളികളെ ഇന്ന് പരിഹരിക്കാൻ ഞങ്ങൾ അതിരുകൾ ഭേദിക്കുന്നു. കണ്ടോ, ഇതൊരു വെറും വാക്കല്ല, ഇതൊരു ദൗത്യമാണ്. നിങ്ങളുടെ ടീമിലെ ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം എന്നതിന് ഇതൊരു വ്യക്തമായ നിർദ്ദേശം നൽകുന്നു. ഇനി അടുത്തത് നോക്കാം, സത്യസന്ധത. ആരും കാണുന്നില്ലെങ്കിലും ഞങ്ങൾ ശരിയായത് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ കമ്പനിയുടെ സ്വഭാവത്തെയാണ് വരച്ചു കാണിക്കുന്നത്. ഒരു പ്രതിസന്ധിഘട്ടം വരുമ്പോൾ ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളുടെ ജീവനക്കാർക്ക് ഈയൊരു വാചകം മാത്രം മതിയാവും. സുസ്ഥിരത അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്ന മൂല്യം നോക്കൂ. ഭൂമിയോടും സമൂഹത്തോടും ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്നു. ഇത് നിങ്ങളുടെ ബ്രാൻഡ് വെറും ലാഭത്തിനു വേണ്ടി മാത്രമല്ല നിലകൊള്ളുന്നത് എന്ന വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അവസാനത്തെ ഉദാഹരണം, കസ്റ്റമർ സെൻട്രിസിറ്റി. ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ ജീവിതം എളുപ്പമാക്കാനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഈ ഒരൊറ്റ വാചകത്തിലൂടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കവും ഒടുക്കവും നിങ്ങളുടെ ഉപഭോക്താവാണെന്ന് നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല കുറേ മൂല്യങ്ങൾ കിട്ടി. ഇനിയിപ്പോൾ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? കാരണം വെറുതെ ഒരു ഡോക്യുമെന്റിൽ എഴുതി വെച്ചാൽ പോരല്ലോ. നിങ്ങളുടെ ടീമിന്റെ ഓരോ പ്രവർത്തനത്തിലും ഇത് പ്രതിഫലിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം വരുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ആ സംസ്കാരം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 3 വഴികളുണ്ട്. 1. നിയമനം. നിങ്ങളുടെ മൂല്യങ്ങളുമായി യോജിച്ചു പോകുന്ന ആളുകളെ മാത്രം ടീമിലേക്ക് എടുക്കുക. 2. പരിശീലനം. ജോയിൻ ചെയ്ത ശേഷം ഈ മൂല്യങ്ങൾ എന്താണെന്നും അത് അവരുടെ ജോലിയിൽ എങ്ങനെ പ്രധാനമാണെന്നും കൃത്യമായി പഠിപ്പിക്കുക. 3. ഏറ്റവും പ്രധാനപ്പെട്ടതും, നേതൃത്വം. ലീഡേഴ്സ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ വേറെ ആരും ഇത് കാര്യമായി എടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ലീഡേഴ്സ് എല്ലാ ദിവസവും ഈ മൂല്യങ്ങൾ ജീവിച്ചു കാണിക്കണം. ശരി, അപ്പോൾ കമ്പനിക്കുള്ളിലെ കാര്യം സെറ്റായി. നിങ്ങളുടെ ടീം ഇപ്പോൾ ഈ മൂല്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത വഴി, ഇതേ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പുറം ലോകത്തെ അറിയിക്കും? നിങ്ങളുടെ തത്വങ്ങൾ പരസ്യമാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് സ്ഥിരതയാണ്, അതായത് കൺസിസ്റ്റൻസി. നിങ്ങളുടെ വെബ്സൈറ്റിലെ ഭാഷ, നിങ്ങൾ ഇറക്കുന്ന പരസ്യങ്ങൾ,
കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഒരു ഉപഭോക്താവിനോട് സംസാരിക്കുന്ന രീതി, നിങ്ങൾ ആരുമായിട്ടാണ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത്, ഇതിലെല്ലാം നിങ്ങളുടെ മൂല്യങ്ങൾ ഒരുപോലെ പ്രതിഫലിക്കണം. ഒരിടത്തൊന്ന് മറ്റൊരിടത്ത് വേറൊന്ന് എന്ന രീതി പറ്റില്ല. നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കെത്തി. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായി ഒന്ന് ഉറപ്പുവരുത്തണം, നമ്മൾ ഈ ചെയ്തതൊക്കെ ശരിയാണോ എന്ന്. ഇതൊരു ഫൈനൽ ചെക്കാണ്. നിങ്ങളുടെ ബ്രാൻഡിന്റെ അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് പരിശോധിക്കാനുള്ളൊരു ടെസ്റ്റ്. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ മൂല്യങ്ങൾ ആത്മാർത്ഥമാണോ? ഇത് വെറും മാർക്കറ്റിംഗിന് വേണ്ടിയുള്ള ഭംഗിയുള്ള വാക്കുകളാണോ? അതോ നിങ്ങളുടെ ടീമിലെ ഓരോരുത്തരും ദിവസവും ശരിക്കും ഇത് പിന്തുടരുന്നുണ്ടോ? സത്യസന്ധമായി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ മൂല്യങ്ങൾ നിങ്ങളുടെ ജീവനക്കാരുമായും ഉപഭോക്താക്കളുമായും ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവനക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ അതെ, ഇത് നമ്മളാണ് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റുകളുടെയും സേവനങ്ങളുടെയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ മൂല്യങ്ങൾക്ക് വലിയ അർത്ഥമില്ല. അവസാനത്തെ പരിശോധന ഇതാണ്: ഈ മൂല്യങ്ങൾ നിങ്ങൾക്ക് പ്രസക്തമാണോ? അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്കും നിങ്ങളുടെ ഇൻഡസ്ട്രിക്കും ഈ മൂല്യങ്ങൾ യോജിച്ചതാണോ? ഉദാഹരണത്തിന്, ഒരു ടെക്നോളജി കമ്പനിയുടെ മൂല്യങ്ങളായിരിക്കില്ല ഒരു ഹോട്ടലിന് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യത്തിന് ഈ മൂല്യങ്ങൾ പ്രസക്തി നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അവസാനം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യം ഇതാണ്: ഇതിലെല്ലാമുണ്ട്, നിങ്ങളുടെ ബ്രാൻഡ് മൂല്യങ്ങൾ വ്യക്തമാണോ, സ്ഥിരതയുള്ളതാണോ, പിന്നെ ഏറ്റവും പ്രധാനമായി അത് പ്രായോഗികമാണോ? ഈയൊരു ചോദ്യത്തിനുള്ള നിങ്ങളുടെ സത്യസന്ധമായ ഉത്തരത്തിലായിരിക്കും നിങ്ങളുടെ ബ്രാൻഡിന്റെ ഭാവി.